ചെറിയ പടക്കം ഗൈസ് എടുത്തേക്കണത്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സാധനങ്ങളുടെ ഉള്ളിട്ട് പടക്കം പൊട്ടിച്ച് നോക്കാൻ പോകും ഗൈസ്. നമ്മൾ ആ സാധനങ്ങളുള്ളിൽ പടക്കം പൊട്ടിക്കുമ്പോൾ അത് സർവൈവ് ചെയ്യാൻ നോക്കാൻ പോകും, അല്ലെങ്കിൽ ആ സാധനം പൊട്ടിപ്പോകാൻ നോക്കാൻ പോകും. ഫോർ എക്സാമ്പിൾ ബോട്ടിൽ ചെറിയ പാത്രത്തിനുള്ളിൽ ഇട്ട് നമ്മൾ ആരും ഇതുവരെ ചെയ്യാത്ത എക്സ്പെരിമെൻറ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകും ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് പടക്കം എടുത്തിട്ടാണ് ഞാൻ ചെറിയ പടക്കം ഗൈസ് എടുത്തേക്കണത്. ഇനിയുള്ള എക്സ്പെരിമെൻറ്റ്സ് വരുമ്പോൾ ഞാൻ വലിയ വലിയ പടക്കം വെച്ച് ചെയ്യണമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് ഇതുപോലത്തെ വീഡിയോസ് ഇനി ഫ്യൂച്ചറിൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പെരിമെന്റിലേക്ക് കടക്കാം ഗൈസ്. നമ്മൾ ഈ ഫസ്റ്റ് സാനിറ്റൈസർ ബോട്ടിലായിരിക്കും ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. ഗൈസ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂടി ഫുള്ള് തെറിച്ചു. അതിൻ്റെ മുകളിൽ ഞാൻ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്ത് വെച്ചാണ് അതിൻ്റെ മൂടി ഫുള്ള് തെറിച്ചു ആ പൊട്ടിയ പവർ കൊണ്ട്. ആ മൂടീൻ്റെ ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കിട്ടി. ബാക്കി കഷ്ണം അവിടെ പോയെന്ന് അറിയില്ല. ബാക്കി ഫുള്ള് പൊട്ടിച്ചെതറിപ്പോയി ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൽ പൊട്ടിച്ചിട്ട അവസ്ഥ. ഗൈസ് അടുത്ത നമ്മൾ ഈ ബെൻറ്റൻ്റെ ബോട്ടിലായിരിക്കും ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. ഗൈസ് ഞാൻ അവിടെ ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് പടക്കം കയറ്റി വെക്കാനായിട്ട്. ഗൈസ് ഇത് പൊട്ടിയ സമയത്ത് ഭയങ്കര ഒച്ചയായിരുന്നു ഗൈസ്. ചെവി അടിച്ചു. അതിൻ്റെ കുപ്പീൻ്റെ അടിവശം ആ ഹീറ്റ് കാരണം ചളങ്ങിപ്പോയിട്ടുണ്ട് ഗൈസ്. കണ്ടോ ഈ റൗണ്ട് ഷേപ്പ് നഷ്ടപ്പെട്ടതാകെ ഞാൻ കീറി കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്ക് കണ്ടോ ഗൈസ് അടിവശമൊക്കെ ചളങ്ങിപ്പോയി. ഇതിൻ്റെ നല്ല ചെറിയ ചൂടുണ്ട് കുപ്പിക്ക്. മുകളിലെ മൂടി കാണാനുള്ള പൊട്ടി ആ സൈഡിലേക്ക് എന്തോ തെറിച്ച് വയ്ക്കണം. അപ്പോൾ അടുത്ത് നമുക്ക് ഇനി വേറെ ബോട്ടിൽ ട്രൈ ചെയ്യാം ഗൈസ്. ഇപ്പോൾ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം കൊണ്ട് എന്താണെന്ന് അറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുപ്പി തെറിച്ച് സൺഷെയ്ഡിലാണ്. പടക്കം പൊട്ടിയില്ല, ചീറ്റിപ്പോയി ഗൈസ്. ഞാൻ കാണിച്ചു തരാം. കുപ്പി ഫുള്ള് പുകയാണ് ഗൈസ്. കണ്ടോ കുപ്പീൻ്റെ അടിവശം പക്ഷേ ചെറിയ ഷേപ്പ് വ്യത്യാസം ഉണ്ട്. ഇവിടുന്ന് തള്ളി വന്നു. നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് ഇതിൽ തന്നെ. ഗൈസ് ഞാൻ രണ്ടാമതിൽ പൊട്ടിച്ചതിനപ്പോൾ ശ്രദ്ധിച്ചു. ഇവിടെ ചെറിയൊരു പാട് കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ ബ്ലാസ്റ്റിൽ. പിന്നെ ഈ വശത്തും ചെറിയൊരു ചളക്കോല വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത് മൂടി പൊട്ടണ്ടിൻ്റെ. അപ്പോൾ എയർ ഇതിൽ കൂടെ എസ്കേപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഒച്ച വരാത്തത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം ഗൈസ്. കണ്ടോ ഫുള്ള് പുകയാണ് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ. ഗൈസ് അടുത്തായിട്ട് നമ്മൾ ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിലാണ് പൊട്ടിച്ച് നോക്കാം. ഗൈസ് ഇത് പൊട്ടിയപ്പോൾ കുപ്പി താഴെ പോയിരുന്നു ഗൈസ്. നിങ്ങൾ കാണണ്ടായിരുന്നു. കുപ്പി പൊട്ടിയിട്ട് തെറിച്ച് മുകളിലേക്ക് പോയി. ഇത് ഏകദേശം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഗൈസ് ആ ഓലയെ പോയി മുട്ടിയിട്ട് താഴത്തേക്ക് വേണം ഗൈസ്. ഗൈസ് ഞാൻ ഇത് കുറച്ച് ക്യാമറ ബാക്കിലേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. ചിലപ്പോൾ ഇത് മുകളിലേക്ക് പൊങ്ങിപ്പോണെങ്കിൽ അപ്പോൾ കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ നമുക്കിത് ഫയർ ചെയ്ത് നോക്കാം. ഗൈസ് നിങ്ങൾ കുപ്പി തെറിച്ചു കൊണ്ടല്ല, ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത് ഇതിന്റെ ഡാമേജ് പടക്കം പൊട്ടിച്ചപ്പോൾ ഇതിന് അടിയിലായിട്ട് ഗൈസ്. കണ്ടോ അടിയിൽ കൂടി ഇതിന്റെ പുക വന്നത് അടിയിൽ പൊട്ടിപ്പോയി ഗൈസ്. അതിന്റെ ആ ഹാർഡായിട്ടുള്ള ഭാഗം വരെ
ആ പടക്കത്തിന്റെ പ്രഷർ കാരണം അടിഭാഗം പൊട്ടിപ്പോയി ഗൈസ്. എന്നിട്ട് ഇത് മുകളിലേക്ക് തെറിച്ചു പോയത്. ഫസ്റ്റ് നല്ല ഹൈറ്റിൽ പോയി, സെക്കൻഡ് ടൈം അധികം ഹൈറ്റ് പോയില്ല, പക്ഷെ അന്നേരം തെറിച്ചു പോയി ഗൈസ്. ഫൈനലായിട്ട് നമ്മൾ ഈ കിങ്ഫിഷറിന്റെ ബിയർ ബോട്ടിലായിരിക്കും ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. എന്താവുമെന്ന് അറിയില്ല, ബിയർ ബോട്ടിൽ പൊട്ടൂല, എന്താ സംഭവിക്കാന്ന് അറിയില്ല, നമുക്ക് കണ്ടറിയാം ഗൈസ്. ഗൈസ് ഇതിന് ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഫയർ കൊടുക്കാം ഗൈസ്. ഗൈസ് നമുക്കിത് വൈഡ് ആംഗിളിൽ നിന്ന് കണ്ടു നോക്കാം എന്താ സംഭവിക്കുന്നത്. നേരത്തെ പൊട്ടിയപ്പോൾ ഞാൻ ഓടിയാൽ ഞാൻ കണ്ടില്ല ഗൈസ് എന്താ സംഭവിച്ചതെന്ന്. നമുക്ക് വൈഡ് ആംഗിളിൽ നോക്കാം ഗൈസ്. എന്തോ ഇതിന് കുപ്പി പൊട്ടിയില്ല ഗൈസ്. ഇതിന് വലിയ പടക്കമാണെങ്കിൽ കുപ്പി പൊട്ടുമായിരിക്കും, ചെറുതായതുകൊണ്ട് പൊട്ടിയില്ല ഗൈസ്. ഒരു രക്ഷയില്ലായിരുന്നു കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫയറായിട്ട് നമ്മൾ മുകളിലേക്ക് പോയി. നമുക്ക് ഇനി കല്ല് വെച്ച് മോൾ ഭാഗം അടച്ചു വെച്ചിട്ട് കത്തിച്ച് നോക്കട്ടെ ഗൈസ്. നമ്മൾ നേരെ പടക്കം വെച്ച് കൊടുക്കുക, എന്നിട്ട് കല്ല് ഇതിൻ്റെ മുകളിൽ അടച്ചു വെക്കുക ഗൈസ്. ഇനി കല്ല് തെറിച്ചു പോവായിരിക്കും, അതായിരിക്കും സംഭവിക്കാൻ പോണം. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യണം അങ്ങനെയാണ്. കല്ല് എവിടെ വീണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ക്യാം ഇവിടെ വെച്ചിട്ട് അവിടെ നിന്ന് അത് പൊട്ടിച്ച ഗൈസ്. നേരെ മുകളിലേക്ക് പോയിട്ട് വന്ന് വീണ ഇവിടെ ഇട്ടാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ വീണ ഗൈസ്. നോക്കുക അതിൻ്റെ അടുത്ത് എന്തായിരിക്കണമെന്ന്. ഇതിൻ്റെ മുകളിലെങ്ങാനും വന്ന് വീണച്ചെങ്കിൽ തീർന്ന ആലോചിച്ച് നോക്കി. ഈ സാധനം വന്ന് അതിൻ്റെ മുകളിൽ വീണച്ചെങ്കിൽ എൻ്റെ അവസ്ഥ തന്നെ തീർത്താനേ ഗൈസ്. നോക്കിത് ഇത് ഫുള്ള് ചില്ലാട്ടോ ഗൈസ്. ഞാൻ കാണിച്ചു തരാം കണ്ടോ, ഇത് ഫുള്ള് ചില്ല. ഇതിൻ്റെ മുകളിലെങ്ങാനും വന്ന് വീണച്ചെങ്കിൽ തീർന്ന്. ഇതേ കറക്റ്റ് ഇത് ഇവിടെ വീണത്. നോക്ക് ഗൈസ്, എത്ര സെൻറ്റിമീറ്ററിൻ്റെ നീളത്തിലാണ് വീണെന്ന് നോക്ക്. പകുതിയൊന്നും പറ്റിയില്ല ഗൈസ്. നമ്മൾ പൊട്ടിച്ച ബോട്ടിൽസ് എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് പൊട്ടിച്ച കുപ്പികളുടെ അവസ്ഥ. ഫസ്റ്റത്തെ ബോട്ടിലെ മൂടിയാണ് പൊട്ടിപ്പോയത് ഗൈസ്. രണ്ടാമത്തേൻ്റെ മൂടിയും പൊട്ടിപ്പോയി, അടിവശം ചെറുതായിട്ട് ചളങ്ങി ഗൈസ്. മൂന്നാമത്തേൻ്റെ മൂടി തന്നെയാണ് ഗൈസ്, ക്രാക്ക് വീണു, അവിടെ ഇവിടെയൊക്കെ ചെറിയ ചളക്ക് വന്നു ഗൈസ്. പിന്നെ നാലാമത്തേൻ്റെ അടിഭാഗമാണ് പൊട്ടിപ്പോയി ഗൈസ്. ഇതിനാണെങ്കിൽ ഒന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ ഗൈസ്. കുപ്പിക്ക് ചെറിയ ചൂട്, ഇപ്പോഴും ചൂടുണ്ട് ഗൈസ്. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്ക്, ഫോഗ് നിറഞ്ഞിക്കുക ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല ഗൈസ്. ഈ ഫോഗ് പുറത്തേക്ക് കൊണ്ടുവരാനൊരു വഴിയുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതിങ്ങനെ കമത്തിയാലൊന്നും പുക വരില്ല, ഒരു വഴിയുണ്ട് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതിനകത്ത് പുക പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുക ഗൈസ് കുപ്പിയിലേക്ക്. അപ്പം വെള്ളം ഇതിനകത്ത് സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നതിനനുസരിച്ച് പുക പുറത്തേക്ക് വരും ഗൈസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടു ഗൈസ്, ഇതിനകത്ത് എല്ലാ പുകയും നമ്മൾ പുറത്തു കൊണ്ടുവന്നു ഗൈസ്. കണ്ടു ഗൈസ്, ഇതിനകത്ത് പുക എല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ കണ്ടന്റിന് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ വരെ ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, ഒച്ചത്തി പറ, സബ്സ്ക്രൈബ് ചെയ്യുന്ന പറ. നമ്മളെ ജോർജിനൂടെ ഉണ്ട്.